വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അഴുവ മിസ് ആണ്. നിങ്ങൾ എല്ലാവരും ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ EVSലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഫ്രം ടേസ്റ്റിംഗ് ടു ഡൈജസ്റ്റിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വി ലേൺഡ് അബൌട്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടേസ്റ്റ് അല്ലെ. നമ്മൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടേസ്റ്റസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. അതിലെ സോ ടേസ്റ്റ്, അതേപോലെ തന്നെ സ്വീറ്റ്നെസ്, ബിറ്റർ, ഇവയൊക്കെ ഏതൊക്കെ പാർട്ടിലാണ് ടങ്കിന്റെ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മിസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗത്തേക്കാണ് വരുന്നത്. സോ നിങ്ങൾ എല്ലാവരും ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ അല്ലെ, നമ്മൾ ഡിഫറെന്റ് ഫുഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ നേരെ ഇങ്ങനെ അല്ലെ കൈ ഉപയോഗിച്ച് വായിലേക്ക് കഴിക്കുന്ന തരത്തിലുള്ള ഫുഡിനെ കുറിച്ചാണ്. അപ്പൊ ഫുഡാണ് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ജീവിക്കേണ്ട ആവശ്യമില്ലേ? അപ്പൊ അവിടെയുള്ള സമയത്ത്, അങ്ങനെയുള്ള ഒരു സന്ദർഭത്തില് നമുക്ക് എവിടെ നിന്നാണ് എനർജി കിട്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സോ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഡ്രിപ്പ് എന്ന് പറയുന്ന ഒരു ഏരിയയെ കുറിച്ചാണ്. സോ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഫിഗർ നല്ല ഫെമിലിയർ ആയിരിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള ഒരു ഫിഗർ ആണ് അല്ലെ ഇത്. സോ എന്താണ്? എ ഗേൾ ഈസ് ലേയിങ് ഡൗൺ ഇൻ എ കോട്ട് അല്ലെ. ഒരു പെൺകുട്ടി ഇങ്ങനെ കിടക്കുകയാണ് ഒരു കോട്ടിനകത്ത്. അവള് എന്താണ്? ഷീ സിക്ക് അല്ലെ. അവൾ എന്താണ്? സിക്ക് ആണ്. എങ്ങനെയാ നമുക്കത് പെട്ടെന്ന് മനസ്സിലായിരിക്കുന്നത്? സോ ദർ ഈസ് എ നേഴ്സ് നിയർ ടു ഹെർ അല്ലെ. ഒരു നേഴ്സ് അവളുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് ഷീ ഈസ് ഇൻജെക്ടിങ് അല്ലെ. ഷീ ഈസ് ഇൻജെക്ടിങ് ദി ഡ്രിപ്പ് അല്ലെ. അവൾക്ക് എന്ത് ചെയ്യാണ്? ആ ഡ്രിപ്പ് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ചിത്രം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവളുടെ അടുത്ത് കുറച്ച് ടേബിൾ അല്ലെ, ടേബിളിന്റെ മുകളിൽ കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് സിക്ക് ഉണ്ട്. സിക്ക് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഡോക്ടർ എന്തിട്ട് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ ഡ്രിപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഡ്രിപ്പ് എന്നാണ് പറയുന്നെങ്കിലും വാട്ട് ഇസ് ദ കണ്ടന്റ് ഇൻ ദ ഡ്രിപ്പ്? എന്താണ് ഈ ഡ്രിപ്പിനകത്തുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് അല്ലെ. അതായത് നമ്മളിപ്പോ ചിലപ്പോൾ നമുക്ക് തല കറങ്ങി, നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് നമ്മൾ തല കറങ്ങി വീണു എന്ന് വിചാരിക്കാം, നമ്മൾ ഫെയിന്റ് ആയി പോയി എന്ന് വിചാരിക്കാം. അങ്ങനെ ഫെയിന്റ് ആവുന്ന സന്ദർഭത്തിൽ അല്ലെ നമ്മൾ ആശുപത്രിയിലേക്ക്, ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് നമ്മളുടെ വീട്ടുകാരും അല്ലെങ്കിൽ കൂട്ടുകാരും ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ കൺസൾട്ട് ചെയ്തതിനു ശേഷം ഡ്രിപ്പ് ഇടുക എന്നുള്ളതാണ്. സോ എന്തിനാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡ്രിപ്പ് തന്നെ ഇടുന്നത്? എന്താണ് ഡ്രിപ്പിലുള്ള കണ്ടന്റ് എന്നുള്ളത് നമുക്ക് നോക്കണല്ലോ. സോ എല്ലാവരും നോക്കിക്കോളൂ. ഡ്രിപ്പ് എന്നുള്ളത് അല്ലെ ശരിക്കും എന്താണ്? ഇറ്റ്സ് എ ഗ്ലൂക്കോസ് ഡ്രിപ്പ്. എന്താണ്? ഗ്ലൂക്കോസ് ആണ് നമ്മൾ ഈ ഡ്രിപ്പിനകത്ത് ഉള്ളത്. So glucose drip is an intravenous solution of dextrose that is given to the patient who are dehydrated or have low blood sugar. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഈ ഒരു കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ഷുഗർ ആണ്? ഇറ്റ്സ് എ ഡെക്സ്ട്രോസ് അല്ലെ. ഡെക്സ്ട്രോസ് ഷുഗർ ആണ്. ഈ ഡെക്സ്ട്രോസ് ഷുഗർ നമ്മൾ ലോ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. ഡീഹൈഡ്രേഷൻ അല്ലെ, നമ്മളിപ്പോ ഇങ്ങനെ തളരുമ്പോൾ നമുക്ക് ഫുഡ് ഇങ്ങനെ കഴിക്കാനുള്ള ആരോഗ്യമൊന്നും ഉണ്ടാവില്ലല്ലോ മൗത്തിലൂടെ. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇൻട്രാവീനസ് എന്ന് കാണുന്നില്ലേ? അതിനർത്ഥം എന്താണ്? നമുക്ക് വെയിൻസ് കാണാം അല്ലെ. വെയിൻസ് കാണുന്നില്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെയിൻസ് കാണാം. അപ്പൊ ഡ്രിപ്പ് ഒക്കെ ഇടുന്നതിന് മുന്നേ അല്ലെ നമ്മളുടെ നേഴ്സസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇതേപോലെ എന്ത് ചെയ്യാറുണ്ട്? വെയിൻസ് കണ്ടുപിടിക്കാറുണ്ട്. അപ്പൊ ഡ്രിപ്പ് ഇടുമ്പോ ഇവിടെയല്ല, ഇവിടെയാണ്. ഇവിടത്തെ വെയിനിലൂടെ എന്ത് ചെയ്യാണ്? ഈ ഡെക്സ്ട്രോസ് അല്ലെ, ഈ ഡെക്സ്ട്രോസ് എന്ത് ചെയ്യാണ്? ഇങ്ങനെ വെയിനിലൂടെ ഇൻജെക്ട് ചെയ്യാണ്. അപ്പൊ എന്താ ശരിക്കും അവിടെ സംഭവിക്കുന്നത് നോക്കിക്കേ നിങ്ങളെ. ഗ്ലൂക്കോസ് ഇസ് ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി ഇൻ ദ ബോഡി അല്ലെ. നമ്മുടെ ഒക്കെ ശരീരത്തിലെ മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. Glucose drip is given to a person when he or she is dehydrated due to the intake of medicine under the guidance of a highly trained and qualified doctors and nurses. It helps to maintain the osmotic balance അല്ലെങ്കിൽ osmotic level of the body എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് എനർജി. അപ്പൊ നമുക്കത് കഴിക്കാൻ പറ്റാത്തൊരു സന്ദർഭത്തിലും നമുക്ക് എനർജി വേണമെന്നുണ്ടെങ്കിൽ അല്ലെ നമ്മൾ എന്താണ് പ്രിസ്ക്രൈബ് ചെയ്യുക? ഗ്ലൂക്കോസ് ഡ്രിപ്പ് ആണ്. നമുക്ക് നോർമലി എല്ലാവർക്കും ഇൻജെക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഗ്ലൂക്കോസ് ഡ്രിപ്പ്. ഇറ്റ് വാസ് ഇൻജെക്റ്റഡ് ഓൺലി ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ് അല്ലെ. അവർക്ക് മാത്രമേ അത് ഇൻജെക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ കാര്യങ്ങൾ അല്ലെ, ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. സോ മോർ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.